ഇപ്പം ഞാൻ ഈ കേസ് ഫയൽ ചെയ്യാൻ പോകാമെന്ന് വെച്ചു. ഉടനെ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അതാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ വഖഫ് അസാധുവാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പാർട്ടി ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയോട് അത് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു. നടപടിയുള്ള കാര്യമല്ല, അതിനുള്ള ധൈര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിയോ, ഏറ്റവും കുറഞ്ഞ 2 ലക്ഷത്തിൽ കൂടുതൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ ഇന്നും നിൽക്കുന്നു. ഇവിടെ അത് കണ്ടെത്താനും പിടിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനിക്കുന്നതാണ്. ഒരു നിലപാട് സ്വീകരിച്ചല്ല അവിടെ ലാഭനഷ്ടത്തിന് കണക്ക്. കോൺഗ്രസ് ആണെങ്കിൽ അതാണോ ഇതാണോ ലാഭം. അതെ. ഒരു വിഷയം വരുമ്പോൾ ഏതൊരു കോൺഗ്രസ്സുകാരനും ഏതൊരു കോൺഗ്രസ് നേതാവിൻ്റെ മനസ്സിലെ ഫസ്റ്റ് ചോദ്യമാണ് അതാണോ ഇതാണോ ലാഭം. മുനമ്പം പ്രശ്നത്തിലും ഏറ്റവും ആത്മാർത്ഥമായി ഇടപെട്ട ഒരാൾ ഷോൺ ജോർജാണ്. മുനമ്പത്തുകാർ എങ്ങനെ രക്ഷപ്പെടും? മുനമ്പത്തുകാർക്ക് ആത്യന്തികമായി അവരുടെ രക്ഷ കോടതിയിലൂടെ തന്നെ ആയിരിക്കും. അതിന് വേണ്ട നിയമം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഒരു മുനമ്പം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകാത്ത രീതിയിലുള്ള നിയമം പരിരക്ഷയുണ്ടായി. ഇനി അത് നിയമത്തിൽ ട്രിബ്യൂണലിൽ ഇപ്പം കേസ് നിൽക്കുകയാണ്, സുപ്രീം കോടതിയിലും കേസ് നിൽക്കുകയാണ്. അത് സുപ്രീം കോടതിയിൽ തന്നെ നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നമ്മളതിന് കക്ഷി ചേർന്നിട്ടുണ്ട്. മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി മുനമ്പം സ്വദേശിയുടെയായ ഫിലിപ്പിനെയാണ് അവിടെ കക്ഷി ചേർന്നിട്ടുള്ളത്. പാർട്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കേസിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കക്ഷിയായി വരും. അപ്പോൾ എന്താണ് ആക്റ്റിൽ മുനമ്പം ജനതയെ രക്ഷിക്കാനുള്ള എന്തുണ്ടോ അവിടെ അതെല്ലാം അത് കൃത്യമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കും. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ മുനമ്പം ഇപ്പോൾ വഖഫാണല്ലോ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നമ്മൾ ഈ അമെൻമെൻറ്റ് വന്നതിന് പാർലമെൻറ്റ് മുനമ്പം വഖഫ് നിയമം ഭേദഗതി ചെയ്ത ശേഷം ഈ വഖഫ് ബോർഡിൻ്റെ ഒരു ഘടന തീരുമാനിച്ചായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനകത്ത് അമുസ്ലിമുകളായ ആളുകൾ വേണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. അത് കേരളത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ വഖഫ് ബോർഡിൻ്റെ നിയമപരമായ നിലനിൽപ്പുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ വഖഫ് ബോർഡ് അസാധുവാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പാർട്ടി ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയോട് അത് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് നടപടിയുള്ള കാര്യമല്ല, അതിനുള്ള ധൈര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അത് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കേസ് ഫയൽ ചെയ്യും. ബോർഡ് പിരിച്ചുവിടണമെന്നാണോ അതോ പുതിയ ബോർഡ് ഇപ്പം ഫുള്ളായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡി അല്ലാതെ ആ ബോർഡ് എടുത്ത എല്ലാ തീരുമാനങ്ങളും വേർഡല്ലേ? അതെ. അപ്പോൾ ഒരു ഘടന എന്ന് പറയുമ്പോൾ ആ ഘടനയ്ക്കകത്ത് ഇപ്പം പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നു. അവിടെ പട്ടികജാതി ഇല്ലെങ്കിൽ എങ്ങനെയാണ് പട്ടികജാതി മെമ്പർ ഇല്ലാതെ എങ്ങനെയാണ് വരുന്നത്? പട്ടികജാതി മെമ്പറിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം. അപ്പോൾ 2-ാം മാസം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ബോർഡിൽ ഇപ്പം 6-ാം മാസമായിട്ടും ആ 2 പേരെ പ്ലേസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പ്ലേസ് ചെയ്യാൻ അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ്. മുസ്ലിമുകൾ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു ബോഡിയിൽ അമുസ്ലിങ്ങളെ കയറ്റുന്നതിൽ അവിടെ അമുസ്ലിമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ 2 ഭാഗത്തും പറയാൻ ആൾ വേണമെന്നുകൊണ്ടാണ് അത് വരുന്നത്. കൂടുതൽ വിഷയങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ രാജ്യത്തൊരു നിയമം നിലവിലുണ്ട്. ആ നിയമം പാലിക്കാതെ ഇവിടെ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ബോർഡ് അസാധുവാണ്. ആ ബോർഡ് അസാധുവാണെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് ബോർഡ് പിരിച്ചുവിടണം, പുതിയ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി BJP ആണോ ഷോണാണോ പോകുന്നത്? അത് നാളെ പറയാം. വെച്ചാൽ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല. BJP പാർട്ടി ആണ് അത് തീരുമാനം എടുത്തത്. ആരാണ് പെറ്റീഷൻ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ മുനമ്പത്തെ ഈ തർക്കത്തിലുള്ള ഈ വിഷയം നിയമാനുസൃതമല്ലാത്ത ഈ ബോർഡ് വളരെ പെട്ടെന്ന് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സംശയകരമല്ല. അത് അസാധുവാക്കാൻ വേണ്ടി നമ്മൾ മൈനോറിറ്റി മിനിസ്ട്രിക്ക് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ MLA പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കത്ത് നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഉമേഷ് പോർട്ടലിൽ നിന്നും അത് പുറത്താവും. പക്ഷേ അതിനകത്ത് പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നവർക്ക് സുപ്രീം കോടതി കേസ് നിൽക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലൊരു വാർത്തയുണ്ട്. തളിപ്പറമ്പിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. തളിപ്പറമ്പിൽ ഏതാണ്ട് 600 കേരളത്തിന് 62-70 വിഷയങ്ങളുണ്ട്. അവിടെ അവർ ചെയ്യാൻ പോകുന്നത് തളിപ്പറമ്പിൽ അതിനകത്ത് എനിക്ക് തോന്നി അതിനകത്തൊരു ചതിയാണെന്ന് തോന്നുന്നു. കാരണം തളിപ്പറമ്പിലെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് CPM ആണ്. അവരാവശ്യപ്പെടുകയാണ് തളിപ്പറമ്പ് നഗരം ഉൾപ്പെടുന്ന പ്രദേശത്തെ 600ഓളം ഏക്കർ വഖഫാണ്. അവിടുത്തെ മുസ്ലിം ജമായത്ത് മുത്തവല്ലിയൊക്കെ അവരുടെ ഇഷ്ടക്കാർക്ക് കൊടുത്താണ് തിരിച്ചു പിടിക്കണം. കാരണം അത് കൈവശം വെച്ചിരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. മുസ്ലിമുകൾക്കെതിരെ വഖഫ് സംരക്ഷണ സമിതി വരുന്നു. കാരണം അവിടെ ഇപ്പോൾ ബിൽഡിങ്സും ഒക്കെ ഉള്ള മുസ്ലിങ്ങളെന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗുകാർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി CPM നേതൃത്വത്തിലുള്ള വഖഫ് സംരക്ഷണ സമിതി ആവശ്യം ഉന്നയിക്കുന്നു. വഖഫ് ബോർഡ് ചെയർമാൻ അവിടെ സന്ദർശിക്കും. ശരിക്കും ഈ വഖഫിൻ്റെ നിയമങ്ങൾ സത്യം പറഞ്ഞാൽ കാടൻ നിയമങ്ങളാണ്. അത് മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നൊന്നും വിശ്വാസമില്ല, വ്യത്യാസമില്ല.
ഏതൊരു സാധാരണക്കാരനെയും പിടിച്ചു കറിക്കാൻ കഴിയുന്ന നിയമങ്ങളായിരുന്നുണ്ട്. അതാണല്ലോ അമെൻമെൻറ്റിലൂടെ നമ്മളത് പൊളിച്ചെടുക്കിയത്. അതിൻ്റെ പല്ലും നഖമൊക്കെ പറിച്ചു. സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്തോടുകൂടി അതിൻ്റെ പല്ലും നഖമെല്ലാം പോയി. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം, ഇപ്പോൾ ഈ വസ്തു തന്നെ എടുത്തോ, തളിപ്പറമ്പിലെ തളിപ്പറമ്പിൽ അവർ നോട്ടിഫൈ ചെയ്ത് ഞങ്ങളുടെ വസ്തുവാണെന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഞങ്ങളുടെ വസ്തുവാണെന്ന് പറഞ്ഞാൽ പോയി ബോധ്യപ്പെടാനുള്ള ഏതെങ്കിലും ഒരു 35-40 വർഷം മുമ്പത്തെ അതിലേതെങ്കിലും ഒരു മുന്നാധാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു വെള്ള പേപ്പർ, ഒരു വിൽപത്രം ഞാൻ വക്കഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അല്ല, വക്കഫിന് തോന്നിയാൽ മതി. വക്കഫ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു മൊഴി മതി, വക്കഫ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞൊരു മൊഴി ഒരാൾ പറഞ്ഞാൽ മതി. സെക്ഷൻ 40 അനുസരിച്ച് ഇത് പോയി. അപ്പോൾ അതിൻ്റെ പല്ലും നഖമൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം ഞാൻ ഈ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചു, ഉടനെ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അതാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ഇവർ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എന്താണ്, ഒരു അനീതിക്കെതിരെ, ഇപ്പോൾ പ്രത്യേകിച്ച് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ, വക്കഫിൻ്റെ നടപടികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ച് എന്താണ്, ഈ സ്വത്തുക്കൾ BJP എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അതവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ സാധാരണക്കാർക്കും സ്ത്രീകൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും അശരണരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശപ്പെട്ട സ്വത്ത് 3% വരുന്ന ആളുകൾ കയ്യാളുകൾ. അതിൻ്റെ അറുതി വരുന്നത് പിന്നെ കണക്ക് വേണം. 12,000 കോടി രൂപയുടെ സ്വത്തുണ്ട് 2023 കണക്ക് പ്രകാരം വക്കഫിന്. 12,000 കോടി രൂപയുടെ സ്വത്ത്. 12 ലക്ഷം കോടി. 12,000 കോടി അല്ലല്ലോ, 12 ലക്ഷം കോടി രൂപയുടെ സ്വത്തുണ്ട് വക്കഫിന്. ആനുവൽ ഇൻകം അതിൽ നിന്നും വരേണ്ടത് 12,000 കോടിയാണ്. 1%. ശരിക്കും വക്കഫിൻ്റെ ഇൻകം എത്രയാണെന്ന് അറിയാം? 2023 93 കോടി രൂപ. ബാക്കിയോടെ പോകുന്നു. 1600 ഏക്കർ സ്ഥലമാണ് കർണാടകയിൽ മാത്രം വക്കഫ് സ്ഥലം കൊമേഴ്ഷ്യലാക്കിയത്, കൺവേർട്ട് ചെയ്തു. അതെന്തിനാ? അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഇത് ആരുടെ സ്വത്താണ്? അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സ്വത്താണ് കുറേ ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെ റെഗുലറൈസ് ചെയ്യാൻ പോയ പിണറായി വിജയൻ നരേന്ദ്രമോദി മോശക്കാരൻ. അതിനെ റെഗുലറൈസ് ചെയ്യാൻ പോയ നരേന്ദ്രമോദി മോശം. അതാണല്ലോ ഈ രാജ്യത്ത് നടക്കുന്നത്. ഞാൻ അടുത്ത് പ്രസംഗിച്ചപ്പം അത് വലിയ ഇതായിട്ട് വന്നൊരു വിഷയമുണ്ട്. നരേന്ദ്രമോദി ചീത്തവിളി കേൾക്കുന്നത് മുഴുവൻ ഇസ്ലാം സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അതെ. മുത്തലാഖ് നിരോധനം എൻ്റെയോ ചേട്ടൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണോ? മുസ്ലിം സമുദായത്തിൽ അവഗണിക്കപ്പെടുന്ന, അതായത് സമുദായത്തിലോ സമൂഹത്തിലോ യാതൊരു നിലയും വിലയില്ലാത്ത സ്ത്രീകൾ, മനുഷ്യരുടെ പരിഗണന പോലും ഇല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി ആ നിയമം കൊണ്ടുവന്ന അതും തെറ്റ്. ആർക്ക് വേണ്ടിയാണ് എന്നിട്ട് അതിനെതിരെ സമരം? അവരാർക്കെതിരെ സമരം ചെയ്യുന്നത്? അവർ സമരം ചെയ്യുന്ന അവർക്ക് അമ്മയ്ക്കെതിരെയാണ്, അവർക്ക് പെങ്ങൾക്കെതിരെയാണ്, അവരുടെ ഭാര്യയ്ക്കെതിരെയാണ്, അവരുടെ മകൾക്കെതിരെയാണ് അവർ സമരം ചെയ്യുക നരേന്ദ്രമോദിയോട്. ഇത്തരം കാടൻ നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടേണ്ടത് തന്നെയല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ബംഗ്ലാദേശ് ഇഷ്യൂസ് ഇപ്പം ബംഗാളിൽ നടക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ വലിയ സംഘർഷങ്ങളാണ് നടക്കുന്നത്. എന്താ പ്രശ്നം? അവരുടെ എന്തോ അവകാശം പോലെയാണ് ഇന്ത്യ ജീവിക്കുന്നത്. വേറെ രാജ്യത്ത്, ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ? ഇപ്പോഴും കേരളത്തിൽ ഇപ്പോൾ എടുത്ത് നോക്കിയോ, ഏറ്റവും കുറഞ്ഞ 2 ലക്ഷത്തിൽ കൂടുതൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ ഇന്നും നിൽക്കുന്നുണ്ട്. ഇവിടെ അത് കണ്ടെത്താനും പിടിക്കാനും ഒരു മാർഗ്ഗമില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം അവിടെ നിന്ന് മമതയുടെ സർക്കാർ ഇരുന്ന് ആധാർ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അതെ, അതുമായിട്ട് നേരെ ഇങ്ങ് പോരുകയാണ്. അവിടെ PCC കിട്ടും, എന്തും കിട്ടും. ഇതുകൊണ്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും BJPക്ക് ബംഗാൾ പിടിക്കുക എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ നീഡ് ആയിരുന്നില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് നാഷണൽ സെക്യൂരിറ്റി. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ. ഈ രാജ്യം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയാണ് ബംഗാളിൽ ഇത്ര വലിയൊരു പോരാട്ടം BJP കാഴ്ചവെച്ച്. അല്ലാതെ BJPക്ക് അധികാരം കിട്ടുക മാത്രമല്ല, അധികാരം എന്ന് പറയുന്നത് സെക്കൻഡ് പ്രയോറിറ്റി ആയിരുന്നു. ശരിയാണ്. അല്ലെങ്കിൽ രാജ്യം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. ബംഗാൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബംഗാളിലൂടെ രാജ്യത്തേക്ക് വിധ്വംസ ശക്തികൾ കയറി വരുന്ന 5 വർഷം കൂടെ മുമ്പോട്ട് പോയാൽ കൈവിട്ട് പോയത് തീർച്ചയായിട്ടും. ഏതായാലും വക്കഫിനെതിരായ ഒരു പോരാട്ടം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ മനുഷ്യന്മാരായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അല്ല, മുനമ്പം ജനതയ്ക്ക് ഒപ്പമാണ് എന്നും ഒരു സംശയം വേണ്ട. ആ ജനത ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ ആളുകൾ ചോദിച്ചു, നിങ്ങൾ വലിയ മുനമ്പക്കാരെ വളർത്താൻ പോയിട്ട് എന്നാ കിട്ടി? എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. അത് അവരുടെ വികാരമാണ്. ക്രിസ്ത്യൻ വോട്ട് കിട്ടി. മുനമ്പ് എന്നും BJPയോടൊപ്പം നിന്നിട്ടുണ്ട്. മുനമ്പത്ത് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മെമ്പർ BJPക്കാരനാണ്. അത് മാത്രമല്ല, അവിടെ ആ പഞ്ചായത്തിൽ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന വോട്ട് 1400 വോട്ടായിരുന്നു.
ഇപ്രാവശ്യം നമുക്ക് 3300 വോട്ടുണ്ട്. കാരണം ആ പ്രശ്നബാധിത പ്രദേശത്തിലെ മുഴുവൻ ആൾ വോട്ട് ചെയ്തു. പിന്നെ മുനമ്പത്ത് ക്രിസ്ത്യാനി മാത്രമല്ല ഉള്ളത്. അതെ. മുനമ്പത്ത് ധീവര സമുദായത്തിലും ഈഴവ സമുദായത്തിലും പെടുന്ന വലിയ 610 കുടുംബങ്ങളിൽ പകുതി അവരാണ്. അതെ അതെ 200 മുമ്പിൽ സമരം നടക്കുന്ന പള്ളിമറ്റത്താണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ഒരു സമുദായത്തിൻ്റെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് മുനമ്പം വിഷയം വീണ്ടും ഉമീദ് പാട്ടിൽ രജിസ്ട്രേഷൻ വന്ന വിഷയം വന്നപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചു, ഇനി അവിടെ പോയി അവരെ വളർത്താൻ പോകണോ? നിങ്ങൾ തോറ്റില്ലേ? ഷോണെ നിങ്ങളെ തോപ്പിച്ചതാരാ? PC ജോർജിനെ തോപ്പിച്ചാരാ? ജോർജ് കുര്യനെ തോപ്പിച്ചാരാ? അരുമാനിയെ തോപ്പിച്ചാരാ? ഇതെല്ലാം ക്രിസ്ത്യാനികളല്ലേ? ആര് പറഞ്ഞു ക്രിസ്ത്യാനിയെ തോപ്പിച്ചത്? ഇത്തരം പ്രചരണങ്ങളിൽ പലരും പെട്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ BJP എടുത്ത നിലപാട് മുനമ്പത്തെ വോട്ട് ചോദിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അതെ, ഞാൻ മുനമ്പത്ത് ഷോൺ ജോർജിന് മുനമ്പത്ത് കിഴക്കേ മൂല കിടക്കുന്ന മലയിടിക്ക് കിടക്കുന്ന ഷോൺ ജോർജ് തീരെ ഈ മുനമ്പം തീരപ്രദേശം എന്നോട് ഒരിക്കലും ഹൈബി ചോദിച്ചു, നീ ഇവിടെ മത്സരിക്കുന്നുണ്ടോ? നീ 24 മണിക്കൂർ ഇവിടെ ഉണ്ട്, നീ എന്ത് ഇവിടെ? ഞാൻ അവിടെ പോകുന്നു ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. എന്നോട് ചോദിച്ചു, നീ ഇവിടെ മത്സരിക്കാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വിട്ടൊന്നും ഇങ്ങോട്ട് പോകല. പക്ഷേ അവിടെ ഇടപെടാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇടപെടും. അത് എന്നെ കാരണം മുനമ്പം എന്ന് പറയുന്നത് എൻ്റെ പേരിനോട് ഞാൻ ചേർത്ത് വായിക്കുന്ന ഒരു പേരാണ് മുനമ്പം. അതെ അതെ. അത് മാത്രമല്ല ഫിലിപ്പ് ജോസഫിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടുന്ന് ഉയർന്നു വന്ന് BJPയുടെ ഭാഗമായി. പിന്നെ നമ്മുടെ ചാനലിൽ സ്ഥിരം വരുന്ന ആളാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുനമ്പം എന്ന് പറയുന്നത് BJP ഒരിക്കലും വിട്ടുപിടിക്കില്ല. കാരണം അത് BJP എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയൊരു വിഷയമാണ്. 2, ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല വിഷയങ്ങളിൽ ഇടപെടുന്നു. വോട്ട് വേണ്ട, ഇനിയും വേണ്ട, അതും പറയാമല്ലോ, ഇനിയും ഇടപെടും. മുനമ്പത്തിന് വേണ്ടി ഇനിയും ഏതറ്റം വരെ ഇടപെടും, ഒരു സംശയം വേണ്ട. അത് വോട്ടിന് വേണ്ടിയല്ല, വോട്ടിട്ട് വേണ്ടതാണ്. ഒന്നുമില്ല, വോട്ട് കണ്ടല്ല. BJP ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനിക്കുന്നതാണ്. ഒരു നിലപാട് സ്വീകരിച്ചാൽ അവിടെ ലാഭനഷ്ടത്തിന് കണക്കില്ല. കോൺഗ്രസ് ആണെങ്കിൽ അതാണോ ഇതാണോ ലാഭം. അതെ അതെ. ഒരു വിഷയം വരുമ്പോൾ ഏതൊരു കോൺഗ്രസ്സുകാരനും ഏതൊരു കോൺഗ്രസ് നേതാവിൻ്റെ മനസ്സിലെ ഫസ്റ്റ് ചോദ്യമാണ്, അതാണോ ഇതാണോ ലാഭം? നമുക്ക് ഗുണമുണ്ടാവുമോ? നമുക്ക് ഗുണമുണ്ടാവുമോ? ഏതാണ് ലാഭം? പക്ഷെ BJP ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഭയമായി. കാരണം പാർട്ടിയുടെ ലീഡേഴ്സിനൊക്കെ എടുത്ത് ഞാൻ ഇത് പറയുമ്പോൾ ഷോണല്ല ഇത് പിടിച്ചുകൊണ്ട് നടന്നത്, എന്നിട്ട് എന്തായി എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരുമെന്ന്. എന്നെ ആദ്യം വിളിച്ചത് K. സുരേന്ദ്രനാണ്. ഷോൺ, എന്താണ് ആ മുനമ്പം വിഷയത്തിൽ എന്താ നമ്മൾ ഇടപെടേണ്ടത് എന്ന് ചോദിച്ചെന്നെ വിളിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം രാജുവേട്ടൻ വിളിക്കുന്നു, ഷോണേ മുനമ്പത്ത് എന്താ നമ്മൾ എന്ത് സ്റ്റെപ്പാണ് സ്വീകരിച്ചത്? ഞാനൊന്നും മിണ്ടാതിരിക്കുക, ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് രാജുവേട്ടനോടോ അല്ലെങ്കിൽ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരോടോ മുനമ്പത്തിൻ്റെ വിഷയം ഇനി പറയുമ്പോൾ ഇവരെന്ത് പറയും? ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തോറ്റിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ചർച്ച നടക്കുന്നു, ഇതിനൊന്നും ഇടപെട്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന പ്രചരണം നടക്കുന്നു. അപ്പോൾ ഇവരൊക്കെ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഫസ്റ്റ് K. സുരേന്ദ്രൻ വിളിക്കുന്നു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജുവേട്ടൻ വിളിക്കുന്നു, കോൺഫറൻസ് കോൾ ഇടാൻ പറഞ്ഞു. ഓൺലൈൻ കോർ കമ്മിറ്റി കൂടിയിട്ട് ബ്ലോക്ക് മുഴുവൻ നേതാക്കന്മാരും ഇടപെട്ടിടും, നമ്മൾ ഷോൺ പോവുക, ഇടപെടുക, ആടി എന്നാ പറഞ്ഞത്. അതാണ് BJP. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം സമുദായവും വോട്ടും ഒക്കെ 2ാം ഘട്ടം ഇടപെട്ട വിഷയം ജനങ്ങളുടെ പ്രശ്നമാണ്, അതിൻ്റെ നേര് അവിടെ നിൽക്കണം. അതിന് ആ കാര്യത്തിലൊക്കെ സല്യൂട്ട് ചെയ്യേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. എടുക്കുന്ന നിലപാടിൽ രാജ്യം വികസനം എന്നതിനപ്പുറത്തേക്ക് BJP ലാഭനഷ്ടങ്ങളുടെ കണക്കെഴുതില്ല. ആ നഷ്ടം അങ്ങ് വന്നോട്ടെന്ന് പറയും, ആ നഷ്ടം പിന്നെ നികന്നോളും. അതാണ് BJPയുടെ നിലപാട്. ഏതായാലും വളരെ സന്തോഷം ഷോൺ. ഇത്തരം നമ്മുടെ ഫ്ലോറിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര ക്ലാരിറ്റിയോടെ മുനമ്പത്തെ വിഷയത്തിൽ എന്തുകൊണ്ട് BJP എടുക്കുന്നു എന്ന് ഫസ്റ്റ് ടൈം ഷോണാണ് പറയുന്നത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. BJP എടുക്കുന്ന നിലപാട് മുനമ്പത്ത് എന്തിനു വേണ്ടിയാണ് എന്നത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കാൻ പ്രിയപ്പെട്ട ഷോൺ ജോർജിൻ്റെ ഈ വർത്തമാനം സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഉറപ്പായും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുന്നു. ഷോൺ തുടർന്നും സംസാരിക്കുന്നുണ്ട്.